ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണ് സ്വാഗതം. ചൗക്കിദാർ എന്ന് പറഞ്ഞ ഭാഗത്ത് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മെട്രോ എന്ന് പറഞ്ഞ മഞ്ഞയെ മേര എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നുള്ള അറിയിച്ചിട്ടില്ല, ചിലപ്പോൾ ഈ വീഡിയോ മുമ്പ് വന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ DNA എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജൂൺ 20 പടം റിലീസ് ആകുമ്പോൾ എന്തായാലും ഇതിന് 5 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ മനു അശോകൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന പടത്തിന്റെ പേര് ജൂനിയർ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. ഉയരെ കാണെ എന്നുള്ള പടമൊക്കെ എടുത്ത ആളാണ്. എന്തായാലും സ്ക്രീൻ പ്ലേ എഴുതുന്നത് ബോബിയും സഞ്ജയും കൂടിയിട്ടാണ്. അതുമാതിരി കഥ എഴുതിയിട്ടുള്ളത് അഞ്ജന നായർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എന്തായാലും ഇതിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ അടുത്ത് തുടങ്ങുന്ന രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും നല്ല പടമായി വരും തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന പടത്തിന്റെ ഭാഗത്ത് 5 days to go പോസ്റ്റർ ഉണ്ട്. അപ്പോൾ അതിലത്തെ ജോൺ വിജയുടെ പേര് ദമർലാൽ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഓഹോ എന്തൻ ബേബി എന്ന പടത്തിലത്തെ വശങ്ങളായിട്ടുള്ള നക്ഷത്ര എന്നായിട്ടുള്ള പാട്ട് ജൂൺ 17 എന്ന് വെച്ചാൽ നാളെ 5 മണിക്ക് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കേരള ക്രൈം ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ സീസൺ 2 വരാൻ പോകണം. അപ്പോൾ അതിന്റെ 5 days to go പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഷറഫുദ്ദീനും അനുപമ പരമേശ്വരനും മെയിൻ കഥാപാത്രം എത്തുന്നതാണ്. ഈ പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് തിങ് മ്യൂസിക് എന്നുള്ള അറിയിച്ചു. പിന്നെ ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ട് പാക്കപ്പ് അതിന്റെ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ 8% എന്ന് പറഞ്ഞ ട്രെയിലർ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ റെയ്ഡ് 2 എന്ന് പറഞ്ഞിട്ടുള്ള അജയ് ദേവഗൻ മെയിൻ കഥാപാത്രം എത്തിയ അവിടെ നെറ്റ്ഫ്ലിക്സിലൂടെ ജൂൺ 26 പുറത്തിറങ്ങുന്നതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്റേഴ്സ് വന്നിട്ടില്ല, പക്ഷേ കേൾക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അഖിൽ സത്യം നിവിൻപോളിനെ വെച്ചിട്ടാണ് പടം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിന്റെ ഇപ്പോഴത്തെ ഷെഡ്യൂളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചോറ്റാനിക്കരയിലാണ് എന്നുവെച്ചാൽ എറണാകുളത്ത്. അപ്പോൾ അത് ഏകദേശം 27 വരെ അവിടെ ഷൂട്ട് ഉണ്ടാവുന്ന രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും കോമഡി ഫാന്റസി രീതിയിൽ വരാൻ പോണ പടമാണ്. പിന്നെ ജാമ്പി എന്ന് പറഞ്ഞതിന്റെ ഫസ്റ്റ് ലുക്ക് ടീസർ വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് ലുക്ക് ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. സംഭവം ക്വാളിറ്റി മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു ടീസർ എന്നുള്ള ലെവലിൽ നോക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ട്. ഇത് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ അടുത്തായി വരാൻ പോണോടാണ് ഡിറ്റക്റ്റീവ് ഉജ്ജലിന് ശേഷം. എന്തായാലും ഈ പടം 2026 റിലീസ് ഉണ്ടാവുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആട് 3 എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് ഒരു ചെറിയ അപ്ഡേഷൻ രീതിയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. എന്നുവെച്ചാൽ ഫ്രൈഡേ ഫിലിം ഹൗസ് ആണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ വിജയ് ബാബു ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ കാവ്യ ഫിലിം കമ്പനി വരും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ വേണു കുന്നപ്പള്ളി വരും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് ഒരു അനിമേഷൻ രീതിയിലൊരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ കൺഫേം ആയിരിക്കാണ്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ കൂടെ കാവ്യ ഫിലിം കമ്പനി കൂടിയിട്ടാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ രാജാസാബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാസ് മെയിൻ കഥാപാത്രമായിരുന്നു പടം. ഈ പടത്തിന്റെ ടീസർ ഇന്നാണ് വരുന്നത് രാവിലെ 10:52. എന്തായാലും നല്ല ടീസർ ആവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ ഗ്ലിംസ് രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് പുറത്തിറക്കുന്ന രീതിയിൽ അറിയിച്ചുകൊണ്ട് എന്തായാലും തെലങ്കാനയിലൊക്കെ ചില തിയേറ്റേഴ്സിൽ ഒരു 13 തിയേറ്റർ ലിസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. ആ തിയേറ്ററിലൊക്കെ ഇത് സ്ക്രീനിങ് ഉണ്ടായിരിക്കും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞ തലപതി വിജയുടെ പടത്തിന്റെ ഗ്ലിംസ് ഈ ജൂൺ 22 എന്നുള്ളതിനെ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഒരു ചെറിയൊരു അപ്ഡേഷൻ രീതിയിൽ പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റും. എന്നുവെച്ചാൽ കുട്ടികൾക്ക് പ്രോത്സാഹനമുള്ള രീതിയിൽ ആളൊരു പരിപാടി നടത്തിയിരുന്നു. എന്നുവെച്ചാൽ തലപതി വിജയ് പാർട്ടിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അതിൽ ഒരു കുട്ടി അറ്റ്ലീസ്റ്റ് 2 വർഷത്തിൽ ഒരു പടമെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ശരി എന്നുള്ള രീതിയിലാണ് തലപതി വിജയ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ശരിയെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പടങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുബേര എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ 5 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ പ്രീ റിലീസ് ഇവന്റ് ഇന്നലെ നടന്നിരുന്നത് 6 മണി മുതൽ. അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നിരുന്നു. പിന്നെ അതിനുശേഷം ട്രെയിലർ ഈ പ്രീ റിലീസ് ഇവന്റിൽ വെച്ചിട്ടാണ് പുറത്തു വരിക എന്നുള്ള അറിയിച്ചുകൊണ്ട് 2 പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ട്. 2 സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പ്രീ റിലീസ് ഇവന്റിന് ധനുഷ് ഒന്നിന്റെ ഫോട്ടോയും അതേമാതിരി നാഗാർജുനും ധനുഷും കൂടി ഇരുന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതേമാതിരി പ്രീ റിലീസ് ഇവന്റിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു SS രാജമൗലിയാണ്. എന്തായാലും ഇപ്പോൾ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഈ 3 ഭാഷകളിലാണ് ട്രെയിലർ പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ട്രെയിലറായിട്ട് എനിക്ക് തോന്നി. പടം നന്നാവുന്നതിനാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങളുടെ ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. ജൂൺ 20 പടം റിലീസാകാൻ പോകുന്നത് ഗംഭീരമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ MMN എന്ന് വെച്ചാൽ മോഹൻലാൽ, മമ്മൂട്ടി, മഹേഷ് നാരായണൻ പടം. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ വെച്ചിട്ട് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിൽ മോഹൻലാലും ഫഹദ് ഫാസിലും കുഞ്ചാക്കോബനും ദർശനമൊക്കെ ഉണ്ടാവുന്ന രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ. മമ്മൂട്ടി ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുള്ളതൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. എന്താ സംഭവം എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.